ഈ ഒരു ഐറ്റം ഒരിക്കൽ പോലും കഴിക്കാത്തവരുണ്ടച്ച ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. നല്ല പാൽ കപ്പയും ആവി പറക്കണ ബീഫ് കറിയും ഇത് രക്ഷയില്ല, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 750 ഗ്രാം കപ്പ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 കപ്പയും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കഷ്ണങ്ങളാക്കി കൊത്തിയെടുക്കുക കേട്ടോ. ഈ ടൈപ്പിന് കൊത്തിയെടുക്കുക. അപ്പം അങ്ങനെ 2 കപ്പയും ഞാനിവിടെ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി വേവാനായിട്ടൊരു ചട്ടിയിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തിച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. വേവ് പകുതിയായി വരുമ്പോൾ അതിലേക്ക് പൊടിയുപ്പ് ചേർത്തിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഈ കപ്പയുടെ കട്ട് കളയാൻ മറക്കരുത് കേട്ടോ. ഇനി ഊറ്റിയെടുത്ത കപ്പയും ചെറിയുള്ളി പച്ചമുളക് ചതച്ചെടുത്തത്, എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പൊടിയുപ്പും തേങ്ങയുടെ 2ാം പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ തിളച്ച് ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് പോയ ശേഷം അതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി കേട്ടോ. ഈ സമയത്ത് പോരാത്ത ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു വറവിട്ട് കൊടുക്കുക. ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, കുഞ്ഞുള്ളി. അതിൽ ആദ്യം തന്നെ വറ്റൽമുളക് ഇടരുത് കേട്ടോ, കരിഞ്ഞു പോവേ. അപ്പോൾ ഉള്ളി ആദ്യം ചേർത്തിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. അത് നന്നായി മൂപ്പിച്ചിട്ട് അത് ഈ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പം നല്ല കപ്പ നോക്കി വാങ്ങിക്കുക, ഇതേപോലെ ട്രൈ ആക്കുക. മീൻകറിയും അടിപൊളിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന്, മീൻകറിയോ ബീഫ് കറിയോ രണ്ടിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അത്രയ്ക്കും രുചിയാണ്. വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോളാം, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ തന്നെ അറിയിക്കുക. ഓക്കെ, ബൈ.